ഒരു ചായ വഴി ഓട്ടോ കണ്ടാനെ ഓട്ടത്തിനൊന്നും പറയാണ്ടിരിക്കുന്നതാണല്ലേ. പിന്നെ മഴയും കാര്യങ്ങളൊന്നും ആയിട്ട് ആൾക്കാർ ഇറങ്ങുന്നില്ല. എല്ലാം ക്ഷീണം തന്നെയാണ് ഇപ്പോ. അതിന്റെ ഇടയിൽ കൂടി ആ ഫൈനും കാര്യങ്ങളും അതും വേറെ തന്നെ എന്നോടും ബുദ്ധിമുട്ട് തന്നെയാണ്. ഹലോ, അടവിന്റെ കാര്യല്ലേ, നമുക്ക് സെറ്റാക്കാം. കുറച്ച് പണിയും കാര്യങ്ങളും ഇല്ലാണ്ടായി പോയിട്ടാണ്. 2-3 ദിവസം കൊണ്ട് സെറ്റാക്കാം നമുക്ക്. ഓ ആയിക്കോട്ടെ, ഓക്കെ ഓക്കെ. അല്ല മോനെ, എനിക്ക് പെണ്ണൊന്നും ശരിയായില്ലേ? പെണ്ണ് ശരിയാണ്. ഓരോ നിയമങ്ങളല്ലേ, പോലീസ് ക്ലിയറൻസ്, HIV ടെസ്റ്റ് ഒക്കെ ആണല്ലോ ഇപ്പൊ. എന്നാലൊക്കെ പെണ്ണ് റെഡിയാവും. ഇനി ഓരോന്ന് ചോദിച്ചാനേ മനസ്സിലാക്കാൻ എങ്ങനെയാണെ ഇപ്പൊ നീ പെണ്ണ് അങ്ങനെ പറയുന്നത്. എന്തൊക്കെയാണ് സാറേ സ്ഥിതി? കച്ചവടമൊക്കെ ഉണ്ടോ? കച്ചവടമൊക്കെ എന്തോ അങ്ങനെ പോണേ. സാധനത്തിനൊക്കെ വില അല്ലേ, ഞങ്ങളെ സ്ഥിതി അങ്ങനെയൊക്കെ തന്നെയാണ്. ഓട്ടൊക്കെ പറ്റ കുറവാണ് നിലവില്. ഞങ്ങൾക്ക് പിന്നെ കടങ്ങളൊന്നും പോലല്ലോ. ഞങ്ങൾക്ക് കടവാന കട ഞാൻ പോയി പിന്നെ മനുഷ്യന്മാരെ വൈകി കാണുകയും ഇനി അപ്പോസിന്റെ അടുത്ത് നിർത്തിയ പോയിന്റ് അടുത്ത് ഞാൻ ഇവിടെ ഇറങ്ങട്ടെ. എത്രയാണ് നമ്മളത്? 40 റുപ്യല്ലേ? അത് നമ്മക്ക് പിന്നെ കാണട്ടോ. അല്ലെങ്കിൽ തന്നെ ഹോട്ടൽ അതിന്റെ ഇടയിൽ കൂടിയാണ് ഓരോരുത്തന്മാര്. പോവല്ലേ? ഇങ്ങോട്ടാ? കൊളിപ്പിൽക്ക്. ഇതെങ്ങനെ ആലോചിച്ചിരിക്കുന്നത്? ഒന്നുമില്ല, വാ കേറിയിരി. എന്താ രാവിലെ തന്നെ മഴത്തൊക്കെ ഇങ്ങനെ ഇറങ്ങി? ഞാൻ പിന്നെ പണിയൊന്നുമില്ലല്ലോ, അപ്പൊ റേഷൻ പണിയിലൊക്കെ ഒന്ന് പോകാൻ ഇങ്ങനെ ഇറങ്ങിയ. നീ എന്താ ഒരു മൂടിലാണ് എത്തിക്കുന്നേ? പൈസന്റെ ഓരോ ചൊറകളാ. എന്താ ഇപ്പൊ ചെയ്യേണ്ടതെന്നുള്ള ഒരു പിടുത്തവും കിട്ടില്ല. എന്താണ് ഇത്ര വലിയ ടൈറ്റ്? ഒന്നും പറയണ്ട, 4-5 അടവ് നിലവിൽ തെറ്റിക്കെടുക്കുകയാണ്. ഓല് വിളിച്ചിട്ട് സ്വയിലക്കേടാക്കുകയാണ്. അത് മാത്രമല്ല, നിലവിൽ പറഞ്ഞാൽ ഇപ്പൊ മഴ ആയതുകൊണ്ട് പണിയും കുറവാണ്. എന്തായാലും ആകെ ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ. അങ്ങനെയാണെങ്കിൽ നല്ലൊരു ഐഡിയ പറഞ്ഞ. അതെന്താണ്? ഇനി വണ്ടി ഇപ്പൊ കൊടുക്കണ്ടേ? എന്റെ അടുത്ത് നല്ലൊരു ടീമുണ്ട്. അതിപ്പോ വണ്ടി കൊടുക്കാന്ന് പറഞ്ഞാല് അത് ശരിയാവൂലോ. അതൊക്കെ ശരിയാവും, നമ്മള് കാരിച്ച പിടിച്ചാൽ. വാ. എന്താ സാണ്ട്? ഈ 2 ചായ എടുക്കുന്നത്. എന്താ കടി വെക്കണ്ടേ? എന്നപ്പോ തീരെ കിട്ടുന്നില്ല കേട്ടോ. ഇനിയിപ്പോ എവിടാണ്?
അല്ലേ നീ എന്ത് തീരുമാനിച്ചു? എന്താ ഇപ്പൊ ചെയ്യേണ്ടതെന്നുള്ള ഒരു ഇതും കിട്ടുന്നില്ല. വേറൊരു വഴിയുണ്ട്, ഞാനതൊന്ന് നോക്കട്ടെ. അതെന്ത് വഴിയാ ഇപ്പൊ കണ്ട്? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വഴി. ഇതിപ്പോ ആരാ? പെണ്ണുങ്ങളാ? ഇത് പെണ്ണുങ്ങളതൊന്നല്ലേ, ഇത് 2-3 ദിവസം മുമ്പാ എന്റെ വണ്ടിന്ന് എനിക്ക് വീണ് കിട്ടിയതാ. അപ്പൊ ഞാനിത് പിന്നെ 3-4 ഗ്രൂപ്പിലും അതേപോലെ ആടെയും ഇവിടെ ഒക്കെ ഇട്ട്, പക്ഷെ ആരും ഇതുവരെ അന്വേഷിച്ച് വരികയൊന്നും ചെയ്തില്ല. എന്നാ പിന്നെ ഇങ്ങനെ പണി ചെയ്തോ, ഇതാണ് കൊടുത്തോ, തൽക്കാലം ഇപ്പൊ എന്റെ കാര്യങ്ങളൊക്കെ തീർന്നിട്ടൂലേ. ഇതിപ്പോ എങ്ങനെയാണ് കൊടുക്കുക? ഇത് ഏതോ പാവങ്ങളെ സാധനല്ലേ. ഇതിപ്പോ ഓല് ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കൂലേ. അതുപോലെ നമുക്ക് ഈ പൈസ കൊണ്ട് ഉപകാരപ്പെടൂല. എങ്ങനെ ഇങ്ങനെ തോന്നുക. തൽക്കാലം ഇങ്ങനെ ഇത് കൊടുത്തിട്ടേ എന്റെ കാര്യങ്ങൾ തീർക്കേ. അങ്ങനെ ഒന്നും ഇപ്പൊ നോക്കിയെന്നാലേ ജീവിക്കാൻ കഴിയില്ല. ഇനി എന്താ ചെയ്യ, ഞാൻ പോവാ. ഏതായാലും ഇതൊന്ന് കൊണ്ടുപോയി നോക്കാം, വേറൊരു രക്ഷയില്ല. പിന്നെ കഴിഞ്ഞ ദിവസവും പിന്നെ പെണ്ണുങ്ങൾ ഒരു ചെയിൻ നഷ്ടപ്പെട്ടു. അപ്പൊ ഒരുപാട് സ്ഥലമൊക്കെ നോക്കി എവിടെയില്ല. അപ്പോൾ ഓള് പറഞ്ഞു ഈ വണ്ടി കയറി നിങ്ങൾക്ക് എന്തെങ്കിലും തെളിവോ കാര്യങ്ങളോ ഉണ്ടോ നിങ്ങളടുത്ത്? തെളിവ് ആ ഒരു ഫോട്ടോ ഉണ്ട്. ദാ, ഇതാണ് സാധനം. ഇതാണോ? ആ ഇത് തന്നെ, വലിയ ഉപകാരം കേട്ടോ. കുറേ തെരഞ്ഞ് ആയിക്കോട്ടെ, എന്നാലും വലിയ കണ്ട് കിട്ടിയ വലിയ സന്തോഷമുണ്ട്. എന്നാ ശരിയാ. അങ്ങനല്ലേ, ഞാനങ്ങോട്ട് വരാം, ഇച്ചൊന്ന് കാണണം. നീ എന്താ കാണണം പറഞ്ഞേ? പിന്നെ ഒരു രക്ഷയില്ല, വണ്ടി കൊടുക്കന്നെ. നീ ഏതോ ടീം ഉണ്ട് എന്ന് പറഞ്ഞില്ലേയോ? അന്നത്തെ ടീം റെഡിയാ, പോലെ പൈസയുണ്ട്. ഞാൻ വണ്ടി കൊണ്ടേ കാണിക്കി തന്നാല്. അങ്ങനെ ആകുമ്പോ വണ്ടി ഇപ്പൊ തന്നെ കൊണ്ടുപോകണോ? പേപ്പറൊക്കെ റെഡി അല്ലേ? അങ്ങനെ ഇപ്പൊ തന്നെ കൊണ്ടേ കാണിച്ചിപ്പോ വൈകുന്നേരം ആകുമ്പോ പരിപാടി വെക്കാലോ. എന്നാ പിന്നെ നീ ഇപ്പൊ തന്നെ കൊണ്ടുപോയി നോക്ക്. പിന്നെ